വീണ്ടും വിവാദ പ്രസംഗവുമായി എം മണി. അടിച്ചാൽ തിരിച്ചടിക്കണം. താൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ തിരിച്ചടിച്ചിട്ടുണ്ട്. തിരിച്ചടിച്ചത് നന്നായി എന്ന് പറയിപ്പിക്കണം. പ്രസംഗിക്കാൻ മാത്രം നടന്നാൽ പ്രസ്ഥാനം കാണില്ലെന്നും എം മണിയുടെ പ്രസംഗം. ശാന്തൻപാറ ഏരിയ സമ്മേളനത്തിലാണ് വിവാദ പ്രസംഗം. അടിച്ചാൽ തിരിച്ചടിച്ചില്ല, പ്രസ്ഥാനം നിൽക്കത്തില്ല. നമ്മളെ അടിച്ചാൽ തിരിച്ചടിക്കുക, പ്രതിഷേധിക്കുന്നതിൽ തിരിച്ചടിക്കുക. പ്രതിഷേധിക്കുന്ന എന്തിനാണ്? ആളുകളെ നമ്മുടെ കൂടെ നിർത്താനാണ്. തിരിച്ചടിക്കുക, ആ ചെയ്തത് നന്നായി എന്ന ആളുകളെ കൊണ്ട് പറയിപ്പിക്കണം. അടിച്ചാൽ തിരിച്ചടിച്ചില്ലേ ഉണ്ടല്ലോ, കല്ലുകൊള്ളാൻ തന്നെ ആരും. അടിച്ചാൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യണം. തമാശല്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ നേതാക്കന്മാരെല്ലാം നേരിട്ടടിച്ചിട്ടുണ്ട്. ഞാനൊക്കെ നേരിട്ടടിച്ചിട്ടുണ്ട്. നേരിട്ട് അല്ലാതെ ചുമ്മാ സൂത്രപ്പടി കൊണ്ട് പ്രസംഗിക്കാൻ നടന്ന ഓവ പ്രസ്ഥാനം കാണുകയില്ല. സുബിൻ തോമസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുബിൻ, ഒരു തവണയല്ല പലതവണ അദ്ദേഹം അത് പറയുന്നുണ്ട്. അതായത് പ്രസംഗിക്കാൻ മാത്രം നടന്നാൽ പ്രസ്ഥാനം കാണില്ല, അടിച്ചാൽ തിരിച്ചടിക്കണം. അപ്പോൾ അടിക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് പടുത്തുയർത്തിയതാണ് പ്രസ്ഥാനം എന്ന് അദ്ദേഹം അങ്ങനെ തന്നെ പറയുന്നുമുണ്ട്. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. ശാന്തൻപാറ ഏരിയ സമ്മേളനത്തിലാണ് ഇത്തരത്തിലൊരു വിവാദ പ്രസ്താവന എം മണിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. പ്രവർത്തകർക്ക് ഒരു ആഹ്വാനം നൽകുന്ന രീതിയിലാണ്, നമ്മളെ അടിച്ചാൽ തിരിച്ചടിക്കണമെന്ന രീതിയിൽ ഒരു ആഹ്വാനം നൽകുന്ന രീതിയിലാണ് എം മണിയുടെ ആ ഒരു പ്രസ്താവന തന്നെ നമുക്ക് ആ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. പലതവണ ആവർത്തിച്ച് ഒരേ കാര്യം തന്നെ അദ്ദേഹം പറയുന്നു. അടിച്ചാൽ തിരിച്ചടിക്കണം, എങ്കിൽ മാത്രമേ പ്രസ്ഥാനത്തിന് നിലനിൽപ്പുള്ളൂ. അടിച്ചാൽ ആളുകൾ നല്ലതാണെന്ന് പറയണം. നല്ലത് ഒരു അടി കൊടുത്തു കഴിയുമ്പോൾ ആ അടി എന്തിനു കൊടുത്തു, എന്ത് കാരണത്തിനാണ് കൊടുത്തത്, അതിലാളുകൾ നല്ലത് കാണണം എന്നുള്ളൊരു ആഹ്വാനമാണ് എം മണി പ്രവർത്തകർക്ക് നൽകുന്നത്. കൂടാതെ ഈ ആളുകളെ കൂടെ നിർത്താൻ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നല്ലതാണ്. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ ആളുകൾ അല്ലെങ്കിൽ യുവാക്കളായിട്ടുള്ള ആളുകൾ നമുക്കൊപ്പം നിൽക്കൂ എന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ധ്വനി ഉണ്ടാക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം അദ്ദേഹം അവസാനിപ്പിച്ച് നിർത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുമ്പും സമാനമായ പ്രസംഗങ്ങൾ എം മണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം തന്നെ ഒരു നാക്കുപിഴ എന്ന് പറഞ്ഞ് തടി തപ്പുന്ന ഒരു സാഹചര്യമാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഒരു നാക്കുപിഴ എന്ന് ഒരിക്കലും നമുക്കിതിനെ വായിച്ചെടുക്കാൻ കഴിയില്ല. കാരണം പലതവണ ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യം, ഒരു ആഹ്വാനം ചെയ്യുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു തരത്തിലും ഒരു നാക്കുപിഴ എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. എന്തായാലും ഈ ഒരു പ്രസംഗം നടത്തിയതോടുകൂടി അല്ലെങ്കിൽ ഈ ഒരു പ്രസംഗത്തിലൂടെ ഈ എം മണി മുമ്പോട്ട് വയ്ക്കുന്ന കാര്യം എന്ത് എന്നുള്ളത് വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഈ പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ചാൽ ആദ്യഘട്ടം മുതൽ അല്ലെങ്കിൽ വർഷങ്ങൾ തങ്ങളുടെ ആ ഒരു കാലഘട്ടം മുതൽ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ അല്ലെങ്കിൽ അടിക്ക് തിരിച്ചടി കൊടുത്തിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്. അടിച്ചു തന്നെയാണ് ഈ പാർട്ടിയെ ഇതുവരെ എത്തിച്ചത് എന്നുള്ളൊരു ഒരു കാര്യമാണ് എം മണി ആ പ്രസംഗത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്. ഈ അടിച്ചു നിന്നെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അടിക്ക് തിരിച്ചടി നൽകണമെന്നൊരു ആഹ്വാനം ഈ ഒരു ഏരിയ സമ്മേളനത്തിലൂടെ എം മണി പറഞ്ഞു വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ശരി സുബിൻ.